ഹലോ ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് CPM-ലെ കാറിന് എങ്ങനെയാണ് നമ്മൾ ഫൈബർ അടിക്കുക എന്നുള്ളതാണ്. ഇപ്പോഴും പല ബിഗിനേഴ്സായ പ്ലേയേഴ്സിന് അറിയാത്തൊരു കാര്യമാണ് ഫൈബർ എങ്ങനെയാണ് ഈസി ആയിട്ട് കാറിൽ അടിക്കണമെന്ന്. അപ്പോൾ നമുക്കിന്നത് എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒന്ന് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാണ്ട് വേഗം വീഡിയോയിലോട്ട് ഇടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഏത് കാറാണോ നമുക്ക് ഫൈബർ ചെയ്യാനായിട്ടുള്ളത് ആ കാർ എടുക്കുക. എനിക്കിപ്പോൾ ഇതിനകത്ത് ചെയ്യാനായിട്ട് ഈ കാറാണുള്ളത്. നമ്മൾ ഈ കാർ എടുക്കുകയാണ്. ഈ കാർ എങ്ങനെയാണ് അടിക്കുന്നത്? ചില കാർസ് ഉണ്ട്, ചില കാർസ് ഫൈബർ അടിക്കുമ്പോഴത്തേക്കും ഫിനിഷിങ് കറക്റ്റായി വരാം. പക്ഷേ നിങ്ങൾക്ക് അടിക്കേണ്ട ഏത് കാറാണോ ആ കാറിലേക്ക് അടിക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് നമുക്ക് ഫിനിഷിങ് ആയുള്ളൂ. അപ്പം നമ്മൾ നേരെ ഗ്യാരേജിൽ എടുക്കുക. ഗ്യാരേജിൽ എക്സ്റ്റീരിയർ എടുക്കുക. എക്സ്റ്റീരിയർ നമ്മൾ കാണുമ്പോൾ ആദ്യം തന്നെ നമുക്കൊരു സാധനം വരും, ഒരു വെള്ള കളർ. അത് ഞങ്ങാണ്ട് 100-200 എങ്ങാണ്ടാണ് അതിൻ്റെ പൈസ. അതെടുക്കുക, അതെടുത്തിട്ട് ഒരു ലെയർ അടിക്കുക. ആദ്യം നമ്മൾ അടിക്കുമ്പോൾ നമ്മൾ വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അറിയാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് ഒരെണ്ണം കൂടി അടിക്കുക. അപ്പോൾ നമ്മൾ അടിക്കാൻ പോവാണ്. കണ്ടില്ലേ, അടിക്കുമ്പോൾ തന്നെ കറക്റ്റാവും. നമ്മൾ കറക്റ്റ് ലെവലിൽ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്ത് കറക്റ്റ് ആ വണ്ടിയുടെ ആ ഫ്രണ്ട് നിങ്ങൾക്ക് എന്തോരം ഭാഗമാണ് അത്രയും ഭാഗത്ത് തന്നെ വെച്ച് അടിക്കുക. വെച്ചടിക്കുമ്പോൾ തന്നെ നമുക്ക് ഏത് കളറാണ്, ബ്ലാക്ക് ആണ് ഞാൻ ഇപ്പോൾ ഇവിടെ എടുക്കണേ, നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. എന്നിട്ട് കറക്റ്റ് സൈസാക്കി അടിക്കുക. ഞാനിപ്പോൾ സൈസ് കൂട്ടുകയാണ്. ഇപ്പോൾ ഇങ്ങനെ കയറിപ്പോന്നൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് അടിക്കാൻ. കുറയ്ക്കുക, വീണ്ടും ഏത് സാധനമാണ് കൂട്ടേണ്ടത് അത് കൂട്ടിയിട്ട് ഇതുവരെ വലിച്ചെടുക്കുക. ചിലപ്പോൾ സൈഡ് ഇത് ഈ വണ്ടിയുടെ കുഴപ്പമായിരിക്കും, ഈ വണ്ടിയുടെ കുഴപ്പമാണ്. ചിലപ്പോൾ സൈഡ് ഫിനിഷിങ് കിട്ടൂല. അതായത് നിങ്ങൾ വിഷയമാക്കണം, നിങ്ങളുടെ ഏതാണോ വണ്ടിയാ, മിക്കവാറും സിവിക്ക് ആയിരിക്കും, അല്ലെ BM അങ്ങനെയുള്ള വണ്ടിയൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല പക്കയായിട്ട് ഫിനിഷിങ് കിട്ടിക്കോളും. ഇപ്പോൾ ഇതൊരു ലെയർ നമ്മൾ അടിക്കുകയാണ്. ഏറ്റവും ഈസി ആയിട്ടുള്ള ടിപ്സാണ് നമ്മൾ പറഞ്ഞത്. ഏറ്റവും ഈസി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഈസി, ഇത് കുറഞ്ഞൊരു ഈസി ഇല്ല, ഏറ്റവും ഈസി ആയിട്ടുള്ളതാണ്. നമ്മൾ ഇതൊരെണ്ണം അടിക്കുക. ഇതൊരെണ്ണം അടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കറക്റ്റ് സൈഡ് ലെവലൊക്കെ നോക്കിയിട്ട് വേണം അടിക്കാൻ. നമുക്കൊന്ന് കറക്റ്റ് ലെവലാക്കാം. കറക്റ്റ് ലെവല് കൂട്ടും കുറയ്ക്കും, കുറഞ്ഞു പോയി കൂട്ടാം. നമ്മൾ ഏകദേശം ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. സെറ്റാക്കിയിട്ട് നമ്മളത് അവിടെ തന്നെ പൈസയ്ക്ക് ബിൽഡ് ചെയ്യുക. പൈസ കൊടുത്ത് സെറ്റാക്കുക. നമ്മൾ അങ്ങനെ മേടിക്കാൻ പോവാണ്. ഓക്കെ, എല്ലാം കറക്റ്റാണ്. അത് നമ്മൾ മേടിച്ചിട്ടുണ്ട്. നമ്മളിനി എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തൊരു 5300 സംഭവമുണ്ട്. അതായത് ഫൈബർ പോലെ അതിലിരിക്കണ തന്നെയാണ്. ഇത് തപ്പിയെടുക്കാൻ കുറച്ച് ടൈം എടുക്കും, എങ്കിലും നമുക്ക് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് എല്ലാം ചെയ്യാം. ഇത് എവിടെയാണ്? ഇതായിരുന്നോ? ഇതല്ലല്ലോ. എനിക്ക് ആ പുറകിലാ പുറകിലോട്ടൊന്ന് പോവാം. പുറകിൽ ഇവിടെ ആയിട്ടാണ്, കുറച്ചുകൂടെ ഉണ്ടെന്ന് തോന്നുന്നു. കിട്ടി. ഇതാണ് ഈ സംഭവം എടുക്കുക. ഈ സംഭവം എടുത്തിട്ട് നമുക്ക് ഏത് കളറാണ് ആവശ്യമുള്ളത് ഇതെടുക്കുമ്പോൾ വൈറ്റാണ് ബെറ്റർ എന്ന് പറയുന്നത്. വൈറ്റാക്കുക, കറക്റ്റ് ലൈന്. അതായത് നമുക്ക് എന്തോരം വശം വേണോ, നമ്മൾ ആ ബ്ലാക്ക് ഫസ്റ്റ് അടിച്ച ലെയറില്ലേ, ആ ലെയറിനെ കറക്റ്റായിട്ട് അടിക്കാവുള്ളൂ, നമ്മൾ ഫൈബർ വെക്കാവുള്ളൂ. അപ്പോൾ വെച്ചിട്ട് നമുക്ക് ഏത് കളറാണ് എടുക്കേണ്ടത്, ഇപ്പോൾ റെഡ് അടിക്കുക, ഏത് കളറാണ് എടുക്കേണ്ടത് എടുത്തിട്ട് അതിനനുസരിച്ച് അതിൻ്റെ സെൻസിറ്റീവ് കുറച്ചാൽ മതി. നമുക്ക് അതിൻ്റെ അപ്പോൾ സെൻസിറ്റിവിറ്റി കുറയ്ക്കുക. ഏത് കളറാണ് നമുക്ക് ബെറ്റർ എന്ന് നോക്കട്ടെ. വൈറ്റാണ് ബെറ്റർ. വൈറ്റ് നമുക്ക് ആക്കാം. അതെ, വൈറ്റ് തന്നെയാണ് ബെറ്റർ. വൈറ്റ് ഇതുപോലെ കണ്ടില്ലേ, കൂട്ടിയും കുറച്ചും ചെയ്ത് നമുക്ക് എന്തോരം വേണം അത്രയും വെച്ച് ചെയ്യാം. അപ്പോൾ നമുക്കിത് മതി. ഇതാണ് കണ്ടില്ലേ, ഏറ്റവും ഈസി ആയിട്ടുള്ള സ്റ്റെപ്പാണ്. വേറെ രണ്ട് സ്റ്റെപ്പ് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഫൈബർ അടിക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യുക.